Hello friends, welcome to Toppers World. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റത്തെ പാഠം, ഫസ്റ്റത്തെ ചാപ്റ്റർ മാനത്തും താഴത്തുനിന്നുള്ള ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. 3 പാഠങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാറ്റ് പറഞ്ഞെന്നുള്ള കവിതയും കുട്ടിയുടെ പുഴ എന്നുള്ള കഥയുടെ ക്ലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ കർമ്മിപ്പൈ എന്നുള്ള നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് കർമ്മിപ്പൈ എന്നുള്ള കവിതയുടെ ആശയമായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റത്തെ പാഠം കർമ്മിപ്പൈ എന്നുള്ള പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും കവിതയുടെ ആശയം അല്ലെങ്കിൽ കവിത ഇതുവരെയും നമ്മൾ കവിത റീഡ് ചെയ്യുന്ന ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, എന്നിട്ട് ചോദ്യോത്തരങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കവിതയുടെ ആശയം അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ കവിതയുടെ ചോദ്യോത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ക്ലാസ്സിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ, ആരാണ് ഇവിടെ കുഞ്ഞ്, ആരാണ് അമ്മ? കവിതയിലെ കുഞ്ഞ് ഒരു നെൽവിത്താണ്. മുളയ്ക്കാൻ കാത്തുകിടക്കുന്ന നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘമാണ് അമ്മ. അടുത്ത ചോദ്യം, കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നെൽവിത്തിനെ പശുക്കുട്ടിയായാണ് കവി വർണ്ണിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന പശുക്കുട്ടിയെ പോലെയാണ് ഇവിടെ നെൽവിത്ത് എന്ന് കവി പറയുന്നു. കാരണം ബഹളങ്ങളൊന്നും ഇല്ലാതെ കണ്ണുകൾ അടച്ചുറങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് നെൽവിത്ത്. എപ്പോഴാണോ ഒരു വിത്തിൽ നിന്നും മുള പൊട്ടി ചെടി പുറത്തു വരുന്നത്, അപ്പോഴാണ് ആ വിത്ത് ഉറക്കത്തിൽ നിന്നും ഉണരുകയുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് കവി പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, കടൽക്കരയിൽ മേയുന്ന കർമ്മിപ്പയ്യ് അമ്മയെ പറ്റി കവി അങ്ങനെ പറയാൻ കാരണം എന്ത്? അല്ലെ, അവിടെ കവി പശുക്കുട്ടി എന്ന് പറയുന്നത് ആരാ? നെൽവിത്തിനെയാണ് അല്ലെ. അതേപോലെ തന്നെ പശുക്കുട്ടിനെ അമ്മയെ പശുക്കുട്ടി നെൽവിത്തിനെ ഉണർത്താൻ വരുന്ന മഴമേഘമായ അമ്മയെ പറയുന്നത് എന്താ? കടൽക്കരയിൽ മേയുന്ന കർമ്മിപ്പയ്യ് എന്ന് പറയുന്നു അല്ലെ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നെൽവിത്തിനെ ഒരു പശുക്കുട്ടിയായാണ് കവി വർണ്ണിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന പശുക്കുട്ടിയെ ഉണർത്താൻ വരുന്ന അമ്മ പശുവായാണ് മഴമേഘത്തെ കവി കാണുന്നത്. മഴമേഘങ്ങളുടെ നിറം കറുപ്പാണ്. അതുകൊണ്ടാണ് മഴമേഘത്തെ കർമ്മിപ്പയ്യ് എന്ന് കവി വിളിക്കുന്നത്. കടലിൽ നിന്നും ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായി മഴയ്ക്ക് കാരണമാവുന്നത്. അതുകൊണ്ടാണ് അമ്മയെപ്പറ്റി കടൽക്കരയിൽ മേയുന്ന കർമ്മിപ്പയ്യ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളികൾ ആദ്യം. എന്താണ് ഉമ്പാവിളി? എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഉത്തരം എന്താ? പശു കുഞ്ഞു ഉറക്കത്തിൽ നിന്നും ഉണർന്ന് പാലിനായി അമറുമ്പോൾ കുഞ്ഞിന്റെ ശബ്ദം ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കനത്ത ഒരു അകിടുമായി ഓടി വരുന്ന അമ്മ പശുവിന്റെ കിതപ്പായാണ് ഉമ്പ എന്ന ശബ്ദം എന്നും കവി പറയുന്നു. മഴയുമായി ഇരച്ചു വരുന്ന മഴമേഘത്തിന്റെ ശബ്ദത്തെയാണ് അമ്മ പശുവിന്റെ വിളികളായി കവി കാണുന്നത്. വിളികളായ എന്നല്ല, അവിടെ ആയി എന്നാണ് കേട്ടോ. ഇവിടെ വിളികളായി കവി കാണുന്നത്. അടുത്ത ചോദ്യം, കർമ്മിപ്പയ്യ് കവിതയിലെ വരികളെ വാക്യങ്ങളാക്കി എഴുതൂ. അപ്പൊ ഇവിടെ ആശയമാണ് എഴുതേണ്ടതെങ്കിൽ നമ്മുടെ ആശയത്തിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതല്ല നിങ്ങൾ വാക്യങ്ങളാക്കിയിട്ട് സെന്റൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. ഈ ചെറു നെൽവിത്തിൽ ഒരു കൊച്ചു പശുക്കുട്ടിയുണ്ട്. ഉച്ചയ്ക്കെല്ലാം അത് അനങ്ങാതെ കിടന്നുറങ്ങും. അടിച്ചു വലിച്ചിഴച്ചാലും അത് ഉണരുകയില്ല. പാവം, ഒച്ചയിട്ട് കരയാനും അതിനറിയില്ലല്ലോ. ഇതിന്റെ തള്ളപ്പശു കടൽക്കരയിൽ എവിടെയോ മേയുന്നുണ്ടാകാം. കറുത്ത നിറമുള്ള അമ്മ പശുവിന് വളരെയധികം കുറുമ്പാണ്. വിളിച്ചാൽ ഒന്നും വരില്ല. മെല്ലെ ഒന്ന് തെളിച്ചാൽ വാലും ഉയർത്തി കുതിച്ചുകൊണ്ട് ഓടി കുന്നിന്റെ മുകളിൽ പോയി കളിച്ചു നിൽക്കും. എന്തൊക്കെയാണെങ്കിലും നിശബ്ദമായി കുഞ്ഞുണർന്ന് മെല്ലെ ഒന്ന് അമറുമ്പോൾ തന്നെ അമ്മയുടെ ഉമ്പാവിളികൾ ദൂരെ നിന്ന് കേൾക്കാം. കനത്ത അകിടുമായി കടന്നു വരുന്ന ആ അമ്മ പശുവിന്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിന്റെ താളം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കവിതയെ ജസ്റ്റ് നമ്മൾ വാക്യങ്ങളാക്കിയിട്ട് കവിതാ വരികളെ വാക്യങ്ങളാക്കി മാറ്റി എഴുതിയിരിക്കുകയാണ്. അതല്ല ആശയമാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആശയത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗം എത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം. ഇത് ആരുടെ കവിതയാ? ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയിലെ 4 വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ചേർന്നുള്ള ഒരു ചിത്രവും അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ്? അതായത് ആ വരികളും ഈ ചിത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കാനാണ് പറയണത്. വേനൽക്കാലം കഴിഞ്ഞു വരുന്ന മഴ ഭൂമിക്ക് നൽകുന്ന സന്തോഷത്തെയും ഉണർവിനെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത്.
വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലമായപ്പോൾ ആർത്തി വിളിച്ചുകൊണ്ട് വേഗമെത്തിയ മഴമേഘങ്ങൾ പൊഴിച്ച മഴത്തുള്ളികൾ വന്ന് മധുരസ്വരമായി എന്നെ വിളിച്ചു എന്ന് കവി പറയുന്നു. ഇവിടെ എന്നെ എന്നതുകൊണ്ട് മഴയെ കാത്തിരിക്കുന്ന ഉണങ്ങിയ മരങ്ങളെയും ചെടികളെയും മാത്രമല്ല കവി അർത്ഥമാക്കുന്നത്, ഒരിറ്റ് ജലത്തിനായി കാത്തിരിക്കുന്ന ഈ മുഴുവൻ പ്രകൃതിയെയുമാണ് ഇവിടെ എന്നെ എന്നതുകൊണ്ട് കവി വിശദീകരിക്കുന്നത്. ചിത്രത്തിൽ പ്രകൃതിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയെയും മഴ ലഭിക്കുമ്പോൾ മരങ്ങളിലും ചുറ്റുമുള്ള സസ്യങ്ങളിലും തളിരിലകൾ കിളിർക്കുന്നതിനെയും പുതുനാമ്പുകൾ മുളച്ചു വരുന്നതിനെയും വളരെ മനോഹരമായാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കവിതയുടെ ആശയം മനസ്സിലാക്കാൻ ചിത്രം വായനക്കാരെ വളരെയധികം സഹായിക്കുന്നു. അടുത്ത ചോദ്യം, എങ്കിലും ഈ കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഊമ്പാവിളികൾ ആദ്യം. ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ, കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ. അതായത് തൊട്ടു മുമ്പുള്ള ചോദ്യത്തില് ജി ശങ്കരക്കുറുപ്പിന്റെ വരികളും ഈ കവിതയിലെ ഈ 4 വരിയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. വേനൽക്കാലം കഴിഞ്ഞു വരുന്ന മഴ ഭൂമിക്ക് നൽകുന്ന സന്തോഷത്തെയും ഉണർവിനെയും കുറിച്ചാണ് ജി ശങ്കരക്കുറുപ്പ് തന്റെ കവിതയിൽ പറയുന്നത്. ഒരു നെൽവിത്തിന്റെ വളർച്ചയുടെ ജീവന്റെ തുടക്കത്തെയും അതിന് ഈ പ്രകൃതിയുമായുള്ള ബന്ധത്തിനെ കുറിച്ചും കവി ഇടശ്ശേരിയുടെ കവിതയിൽ വർണ്ണിക്കുന്നു. ഈ 2 കവിതകളിലും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കായി പ്രകൃതി എങ്ങനെയെല്ലാമാണ് ഇടപെടുന്നത് എന്ന് വിശദീകരിക്കുന്നു. അതായത് എന്താ ഇവിടെ പറയണത്, എത്രത്തോളമാണല്ലേ, അതായത് 2 കവിതയുടെ ആശയം തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം, എന്തൊക്കെയാണ് വ്യത്യസ്തമായി വരുന്നത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. താരതമ്യം ചെയ്തിട്ട് എഴുതേണ്ട കുറിപ്പാണ് കേട്ടോ. അപ്പൊ ഈ പാഠത്തിന്റെ മുഴുവൻ ചോദ്യോത്തരങ്ങൾ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരോടാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.